വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടക്കുന്ന പ്രണയവിവാഹങ്ങൾ ഇന്ന് പുതിയ കാര്യമൊന്നുമല്ല. അതിനുശേഷം വീട്ടുകാർക്ക് മുന്നിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു കാണിക്കുന്നവരും അനേകമുണ്ട് നമുക്ക് ചുറ്റും. ആ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വരികയാണെന്നറിഞ്ഞാൽ സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്യുക. എന്നാൽ വർക്കലയിലെ ശങ്കരൻമുക്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമാണ്. തൻ്റെ വയറ്റിൽ വളരുന്ന 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൂടി ഇല്ലാതാക്കിയാണ് 19കാരിയായ ലക്ഷ്മി ജീവനൊടുക്കിയത്. നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ ഞെട്ടിയ ആ സംഭവത്തിനു പിന്നിൽ നടന്നത് ഇതാണ്. ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു ലക്ഷ്മിയും കിരണും. ഓട്ടോ ഡ്രൈവറായിരുന്നു കിരൺ. ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ലക്ഷ്മിയുടെ വീട് മണമ്പൂരായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന ലക്ഷ്മി BA ലിറ്ററേച്ചറിനായിരുന്നു പഠിച്ചിരുന്നത്. പഠനം പൂർത്തിയാക്കി ഒരു അധ്യാപികയാകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിനിടെയാണ് കിരണുമായി പ്രണയത്തിലാകുന്നതും ആ ബന്ധം അപ്രതീക്ഷിതമായി വീട്ടുകാർ അറിയുന്നതും. തുടർന്ന് ലക്ഷ്മിയുടെ വീട്ടുകാർ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തപ്പോൾ പ്രണയം ഉപേക്ഷിക്കുവാൻ ലക്ഷ്മി തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത്. വിവാഹശേഷം വാടക വീട്ടിലായിരുന്നു ലക്ഷ്മിയും കിരണും താമസിച്ചിരുന്നത്. മാനസികമായി സ്വന്തം വീട്ടുകാർ ഒപ്പമില്ലാത്തതിൻ്റെ സങ്കടവും വിഷമവുമൊക്കെ അലട്ടിയിരുന്നെങ്കിലും എന്നെങ്കിലും അവർ ഒപ്പം ചേരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലക്ഷ്മി. അങ്ങനെയാണ് മിടുക്കിയായി പഠിക്കുവാനും തീരുമാനിച്ചത്. എന്നാൽ വിവാഹ ജീവിതം നന്നായി തന്നെ മുന്നോട്ടു പോകവെയാണ് 2 മാസം മുന്നേ താൻ ഗർഭിണിയാണെന്ന സത്യം ലക്ഷ്മി തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഭർതൃവീട്ടുകാർ വലിയ സന്തോഷത്തിലായിരുന്നു. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ പേരക്കുട്ടിയെ കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കിരണും ഒരച്ഛനാകുവാൻ തയ്യാറെടുത്തു തുടങ്ങിയിരുന്നു. അതിനിടെ കോളേജിലേക്കുള്ള പോക്കും പഠനവുമൊക്കെ ഗർഭകാലത്തിന് തടസ്സമാകുമെന്ന് കരുതി ഭർത്താവും വീട്ടുകാരും ഇനി പഠിക്കാൻ പോകേണ്ടെന്നും ലക്ഷ്മിയോട് പറഞ്ഞു. എന്നാൽ അത് ലക്ഷ്മിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 19-ാം വയസ്സിലെ ഗർഭധാരണവും ഇനിയും പഠിച്ചു മുന്നേറണമെന്ന ആഗ്രഹവും ലക്ഷ്മിയെ ഒരുപോലെ മാനസികമായി ഉലച്ചു കളഞ്ഞു. തൻ്റെ ജീവിതവും സ്വപ്നങ്ങളുമെല്ലാം തകർന്നു പോയെന്ന തീർച്ചപ്പെടുത്തലിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു അവൾ. അങ്ങനെയാണ് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഭർതൃവീട്ടിലെ ജനൽക്കമ്പിയിൽ തൻ്റെ ജീവിതം ലക്ഷ്മി അവസാനിപ്പിച്ചത്. ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ലക്ഷ്മി അവസാന സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടെ തൻ്റെ തുടർപഠനത്തെ ഭർത്താവും വീട്ടുകാരും എതിർത്തതാണ് ലക്ഷ്മിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസും പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കടയ്ക്കാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വന്തം വീട്ടിലെത്തിച്ചാണ് സംസ്കരിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.